ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു സോപ്പ് മേക്കിംഗ് പ്രോസസ്സാണ് കാണിക്കുന്നത്. അത് നമ്മളിന്ന് വന്നിട്ട് ഹോം മെയ്ഡായിട്ട് ഒരു കോൾഡ് പ്രോസസ് മെത്തേഡിൽ സോപ്പ് ചെയ്യുകയാണ്. ഈ സോപ്പിൽ നമ്മൾ വന്നിട്ട് മഞ്ചിഷ്ട, അതിമധുരം, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നമുക്ക് വന്നിട്ട് മാതുള നാരങ്ങയുടെ തൊടി എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈ സോപ്പ് നമുക്ക് വന്നിട്ട് സ്കിന്നിന് വളരെ നല്ലതായിരിക്കും. ലൈക്ക് നമ്മളുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈൻ ആയിട്ട് വെക്കാനും ടാൻ റിമൂവ് ചെയ്യാനും പിമ്പിൾ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാനും ഇതിനൊക്കെ വളരെ നല്ലതായിരിക്കും ഈ സോപ്പ്. സോ ഈ സോപ്പ് നമ്മൾ ഇന്ന് വന്നിട്ട് കോൾഡ് പ്രോസസ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് വന്നിട്ട് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ആൾമോസ്റ്റ് നമ്മൾ വന്നിട്ട് ഒരു 3 kgക്കുള്ള സോപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സോപ്പ് നമുക്കിപ്പോൾ സെയിലിൽ അവൈലബിൾ ആണ്. കാണിക്കാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. സോ വരും, നമുക്കിപ്പോൾ ഈ സോപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഈ സോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ നമുക്ക് വന്നിട്ട് സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഓയിൽ നോർമൽ വാട്ടറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് വന്നിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് സോപ്പ് ചെയ്യാനുള്ള ലൈ സൊല്യൂഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെറും കൈയോടെ നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ലൈക്ക് നമുക്ക് വന്നിട്ട് കൈക്ക് ഗ്ലൗസ് ഇട്ടേക്കണം, അതുപോലെ തന്നെ കണ്ണിലേക്ക് കണ്ണാടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ട് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആ സറൗണ്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ തന്നെ അറിയാണ്ടെങ്ങാനും നമ്മളെ കയ്യിൽ പെടുകയാണെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോവും. സോ അതുകൊണ്ടാണ് നമ്മളിത് വളരെ സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ലൈ സൊല്യൂഷൻ വെച്ച് നമ്മൾ സോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കെമിക്കലല്ലേ, നമ്മളുടെ ബോഡിയിൽ പെട്ടാൽ റിയാക്ട് ചെയ്യില്ലേ എന്ന് കേൾക്കും. സോ അതിനുള്ള ഒരു ആൻസറാണ് നമ്മൾ ഈ സോപ്പ് ചെയ്തിട്ട് തന്നെ നമ്മളൊരു 1 month to 48 days വരേക്കും നമ്മൾ അങ്ങനെ തന്നെ ഈ കാറ്റോട്ടമായിട്ട് വിടുകയാണ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഈ സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കെമിക്കലായിരിക്കും. നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ സോപ്പ് നമ്മൾ ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് ലെയറായിട്ട് വെക്കുമ്പോഴേ അറിയാൻ പറ്റും, നമുക്ക് ഈ ചൊറിച്ചിലൊക്കെ അറിയാൻ പറ്റും. സോ ദാറ്റ് ഇത് നമുക്ക് വന്നിട്ട് ഒരു 48 days ഒക്കെ ഇരിക്കുമ്പം ആ സഫോണിക്കേഷൻ മെത്തേഡിൽ ആ കെമിക്കലൊക്കെ നമുക്ക് വന്നിട്ട് ഷട്ട് ഡൗൺ ആയിട്ട് നോർമൽ സോപ്പായിട്ട് കിട്ടും. അതാണ് നമുക്ക് ഈ ലൈ സൊല്യൂഷൻ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് വെച്ചിട്ടുള്ളതിൽ നമുക്ക് ലൈ സൊല്യൂഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഒരു ഹീറ്റൊക്കെ താങ്ങേണ്ട നമുക്ക് കണ്ണാടി പാത്രം അങ്ങനെ എന്തെങ്കിലും എടുക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഒരിക്കലും ചെയ്യല്. കാരണം എന്ന് വെച്ചാൽ അത് ഹീറ്റ് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് എപ്പോഴും ഈ വാട്ടറിലാണ് നമുക്ക് ഈ ലൈ സൊല്യൂഷൻ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് പകരം ലൈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. സോ ഇതിട്ടപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുമാതിരി ഒരു വെള്ള കളർ വന്നിട്ടുണ്ട്. സോ ഈ വെള്ള കളറൊക്കെ നല്ല സെറ്റിലായിട്ട് നമുക്ക് വന്നിട്ട് നോർമൽ വെള്ളത്തിൻ്റെ കളറിൽ വരും. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വരുന്നത് വരേക്കും നമുക്കിത് ഒരിടത്തേക്ക് ഒതുക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ സോപ്പ് ചെയ്യേണ്ട മെത്തേഡ് നമുക്ക് വന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. സോ അതവിടെ ഇരുന്നോട്ടെ. അടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഓയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം. ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് നമുക്ക് എടുത്തിട്ടുള്ളത് പാം ഓയിലാണ്. ഇത് നമുക്ക് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പാം ഓയിൽ, ഇത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ നമുക്ക് വന്നിട്ട് 50%, മറ്റുള്ള ഓയിൽ ഐറ്റംസ് ഒക്കെ 50% അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ലൈക്ക് നമുക്ക് വളരെ നല്ലതാണ് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ നമുക്ക് ഈ പാം ഓയിലും ചോദിക്കും, നമുക്ക് പാം ഓയിൽ കുക്കിങ്ങിന് എടുക്കുന്നില്ല, സ്കിൻ കെയറിന് നല്ലതാണോ എന്ന്. ഈ പാം ഓയിൽ നമുക്ക് സോപ്പിൽ നല്ല പതഞ്ഞ് വരാനും അതുപോലെ തന്നെ സ്കിന്നൊരു മോയ്സ്ചർ കണ്ടൻറ്റോടെ വെച്ചിരിക്കാനൊക്കെ വളരെ നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ കോക്കനട്ട് ഓയിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വന്നിട്ട് ബോയിൽ ചെയ്തിട്ട്
ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സോപ്പ് മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ ഓയിൽ നമുക്ക് വന്നിട്ട് മുമ്പേ തന്നെ നമ്മളുടെ ചാനലിൽ വന്നിട്ട് മാജിക്കൽ സ്കിൻ കെയർ ഓയിൽ എന്നൊന്ന് കാണിച്ചിട്ടുണ്ട്. അതാണ്. സോ അതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് നമ്മളിത് റെഡി ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വന്നിട്ട് മസ്റ്റർഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കടുകെണ്ണയും നമുക്ക് വന്നിട്ട് സ്കിന്നിന് വളരെ നല്ലതാണ്. പക്ഷേ കടുകെണ്ണ നോർമലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സ്മെല്ല് കാണും. പക്ഷേ നമുക്ക് വന്നിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് വളരെ നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നമ്മളുടെ തന്നെ ബാത്ത് പൗഡർ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വന്നിട്ട് ഇതിൽ ചെറുപയർ, മഞ്ഞൾപ്പൊടി, കടലപ്പരിപ്പ് ഇങ്ങനത്തെ കുറേ ഏകദേശം ഒരു 38 ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ഈ ബാത്ത് പൗഡർ ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ്. സോ അതുകൂടി എടുത്തിട്ടുണ്ട്. സോ ഈ ബാത്ത് പൗഡർ നമുക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു ഓയിലിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് ഈ ലൈഫ് സൊല്യൂഷനിൽ ചേർക്കുമ്പോൾ നമുക്ക് കട്ടായിട്ടൊന്നും കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. സോ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കണ്ടോ, നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. സോ ഇപ്പോൾ കണ്ടാലറിയാം നമുക്ക് ഈ നലങ്ക് മാവ്, അതായത് നമുക്ക് ഈ ബാത്ത് പൗഡറൊക്കെ തന്നെ നമുക്ക് ഈ ഓയിലിൽ നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈ സോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ സോപ്പ് ചെയ്യുന്നത്. സോ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, അഗെയിൻ നമുക്ക് വന്നിട്ട് പാം ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കടുകെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ആഡ് ചെയ്യാം. ഓയിൽ അതുപോലെ തന്നെ നമ്മൾ നലങ്ക് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. സോ നല്ലോണം ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ലൈഫ് സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. സോ നമുക്ക് വന്നിട്ട് ഇത് അരിച്ച് കഴിയുമ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു അരിപ്പയിലിട്ട് അരിച്ചു കൊടുക്കുന്നത്. കൊണ്ടോ നമുക്ക് അതിൽ ചെറിയ പാട പോലെ വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഇത് വേഗം തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വന്നിട്ട് ഇലക്ട്രിക്കൽ ബ്ലെൻഡർ ആണെങ്കിൽ എളുപ്പം തന്നെ പണി കഴിയും. പക്ഷേ നമുക്ക് വന്നിട്ട് ഹാൻഡ് ബ്ലെൻഡർ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നല്ല ആ ട്രേസ് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. സോ കണ്ടോ, നമുക്ക് നല്ലൊരു സോപ്പിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കളറ് മാറിയിട്ടുണ്ട് കണ്ടോ. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല തുള്ളിയായിട്ട് വീഴും. സോ ഇനിയും താമസിച്ചാൽ നമ്മൾ ഈ നമ്മളുടെ അച്ചിലേക്ക് ഒഴിക്കാൻ നല്ല കഷ്ടപ്പെടേണ്ടിയിരിക്കും. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് വന്നിട്ട് സോപ്പ് ബേസിൻ്റെ മോൾഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സോപ്പ് ബേസിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലോണം നമുക്ക് വന്നിട്ട് റഫിങ് ആൽക്കഹോൾ വെച്ചിട്ട് നമുക്ക് വന്നിട്ട് ആ മോൾഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റഫിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കണം. എന്നാൽ നമുക്ക് ഈ ചെറിയ ബബിൾസ് പോലെ കെട്ടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. സോ ഇത് നമുക്ക് വന്നിട്ട് പതിയെ നമുക്ക് സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സോപ്പ് ബേസ് നമുക്ക് വന്നിട്ട് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്പാച്ചുല നമുക്കിങ്ങനെ കുറുക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഒന്നും കെട്ടില്ല. സോ ഞാൻ ഈ രണ്ട് മോൾഡിലേക്കും ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു ട്രേ പോലെ വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോഴത്തേക്ക് 2 മോൾഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേയിലേക്ക് കൂടി ഒഴിച്ചു കൊടുത്തത്. സോ ഇത് നമുക്ക് വന്നിട്ട് 24 hours എങ്കിലും നമുക്ക് ഉണങ്ങണം. 24 hours എങ്കിലും ഉണങ്ങിയാലേ നമുക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം വരുള്ളൂ. അതുകൊണ്ടാണ്. സോ കണ്ടില്ലേ, ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്തെങ്കിലും മോൾഡ് നമ്മളുടെ സ്പൂണ് കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം ഡിസൈന്. സോ എന്നിട്ട് നമുക്ക് 24 hours കഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ, നമുക്ക് സോപ്പ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. സോ അതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈനൊക്കെ വരഞ്ഞു കൊടുത്തത് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. സോ ഇപ്പം നമുക്ക് വന്നിട്ട് ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് വന്നിട്ട് നല്ല ഷാർപ്പായിരിക്കും. അത് കുറച്ച് നമുക്ക് വന്നിട്ട് എഡ്ജസൊക്കെ കുറച്ച് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം നമുക്ക് 100 ഗ്രാമിൻ്റെ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ കട്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 100 ഗ്രാമിൻ്റെ മുകളിലിരിക്കുന്നത് പോലെ കട്ട് ചെയ്യുന്നത് ബെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 115 ഗ്രാം അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ 45 days ഒക്കെ കഴിഞ്ഞ് സഫോണിക്കേഷൻ മെത്തേഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വന്നിട്ട് എക്സാക്റ്റായിട്ട് 100 ഗ്രാമൊക്കെ കിട്ടുന്നതായിരിക്കും.
സോ നമുക്ക് കണ്ടില്ലേ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. താങ്ക്